100 വർഷം പ്ലൈവുഡ് വാറന്റി ഉള്ള കിച്ചന് ഇഷ്യൂ എന്നൊരു ആ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. ആക്ച്വലി 100 അല്ല, 200 അല്ല, 1000 വർഷം നമുക്ക് വാറന്റി ഒരു സപ്ലയർ തന്നാലും നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ആ ഒരു കിച്ചൺ ക്വാളിറ്റി ഉള്ളതാണെന്നും അത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ അത് റിപ്ലേസ് ചെയ്ത് തരുമെന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് ഒരു ബേസിക് കോമൺ സെൻസ് ആണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഡിസൈൻ കൺസൾട്ടേഷനാണ് ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നമുക്ക് ക്ലയൻസ് ഉണ്ട്, പക്ഷെ അവർക്കൊന്ന് നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ അന്ന് ടീം ഉണ്ടായിരുന്നില്ല, ഒരു 6-7 വർഷം മുമ്പ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നൊരു ക്ലയൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുത്തു. കിച്ചൻ്റെ ഡിസൈനൊക്കെ ലൈവ് ഡിസൈൻ സെഷനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടാനുസരണം എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വേണ്ടതെന്നുള്ള ഒരു ഡ്രോയിങ് എല്ലാം കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ടീം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരവിടെ ഉള്ള ഒരു ലോക്കലി ഉള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഫേമിനാണ് ഈ ഡ്രോയിങ് കൊടുത്തത്. അങ്ങനെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഫേം അത് ഞങ്ങൾ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് വെച്ചുകൊണ്ട്, ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ടാൻഡം ബോക്സുകൾ വരും, എന്തൊക്കെ ആക്സസറീസ് വരും, ഇതെല്ലാം ഫിക്സ് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതൊരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് അവർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അവരുപയോഗിച്ചിരുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൾട്ടിവുഡും പ്ലൈവുഡും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ കിച്ചനാണ് ചെയ്തത്. പക്ഷെ പലതിനും ആ പ്ലൈവുഡിനൊക്കെ പലപ്പോഴും അതിൻ്റെ ആ ഒരു ഈർപ്പം വന്നിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്. മൾട്ടിവുഡ് ബേസിക്കലി ഈർപ്പം വന്നിട്ട് അത് ഡാമേജ് ആയില്ല, പക്ഷെ അതിനകത്ത് വെച്ചിരുന്ന ഹാർഡ്വെയർസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഹിഞ്ചസ് ഒക്കെ പറയും, വിജാഗിരി, ഇതിനെല്ലാം റസ്റ്റ് വന്നു. അപ്പോൾ ബേസിക്കലി കിച്ചൺ ഏത് നിമിഷവും താഴെ പോകുന്നൊരവസ്ഥയിലാണ്. എന്താ അവിടെ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഒരു സെയിം സ്കാം കേരളത്തിലും മാർക്കറ്റിലും നടക്കുന്നുണ്ട്. അതങ്ങനെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഡ്രോയിങ് നിങ്ങൾക്കൊരു കൺസൾട്ടൻറ്റ് തന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ മേ ബി ആർക്കിടെക്റ്റ് ആവാം, എഞ്ചിനീയർ ആവാം. ഈ ഡ്രോയിങ് നിങ്ങൾ വേറൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എഞ്ചിനീയർ തന്നെ ചിലപ്പോൾ പറയും നിങ്ങൾ കുറച്ച് പ്ലൈവുഡ് എടുത്ത് തരിക. അപ്പോൾ പ്ലൈവുഡ് കമ്പനിക്കാരനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും അത് കസ്റ്റമറുടെ പേരിൽ, ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ രാഹുൽ എൻ്റെ പേരിൽ അഡ്രസ്സിൽ വാറണ്ടി കാർഡ് അവർ അടിച്ചു തരും. ഒരു 50 വർഷമോ 100 വർഷം എത്ര വേണമെങ്കിൽ തരും, ഡിപ്പെൻസ് ഓൺ കടക്കാരൻ. അപ്പോൾ അവർ പറയും ഓക്കെ സമാധാനമായല്ലോ, ഇപ്പോൾ വാറണ്ടി ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിന് ഇടനിലക്കാരനായിട്ടുള്ള ആ ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനി അയാൾ രക്ഷപ്പെടുകയാണ്. കാരണം അയാളുടെ പേരിൽ അയാൾ ഒരു വാറണ്ടി കൊടുക്കുന്നില്ല. ഇത് ഈ പറയുന്ന എക്സ് എന്ന് പറഞ്ഞ പ്ലൈവുഡ് ബ്രാൻഡോ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആ ഒരു PVC-യുടെ ബ്രാൻഡോ കൊടുക്കുന്ന വാറണ്ടി കാർഡാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് വന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ സോ കോൾഡ് ഇൻറ്റീരിയർ ഡിസൈൻ ഫേമിനെ വിളിച്ചു. അപ്പോൾ അവരുടെ ഒരു എക്സിക്യൂട്ടീവാണ് ഇത് എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇതിന് വാറണ്ടി ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നല്ലോ പ്ലൈവുഡിന്. അപ്പോൾ അങ്ങനെ പ്ലൈവുഡിൻ്റെ അന്ന് വാങ്ങിച്ച സോ കോൾഡ് കടക്കാരൻ്റെ തന്നിരിക്കുന്ന ഒരു സീലൊക്കെ ആയിട്ട് കടയിൽ ചെന്നപ്പോൾ അവർ ഇതിൻ്റെ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. അപ്പോൾ എക്സിക്യൂട്ടീവ് പറഞ്ഞ മറുപടിയാണ് ശരിക്കും എല്ലാ ക്ലയൻസും ശ്രദ്ധിക്കേണ്ടത്. അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അയാൾ കൃത്യമായ മറുപടി പറഞ്ഞത്, ഈ പ്ലൈവുഡിന് ഇയാൾ 50 വർഷം വാറണ്ടി കൊടുത്തത് ആ റോ ആയിട്ടുള്ള പ്ലൈവുഡാണ്. ഈ പ്ലൈവുഡ് ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനി എന്ത് ചെയ്തു, ഇത് വാങ്ങിച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ഒക്കെ ഹോട്ട് പ്രസ് ചെയ്ത് ഇത് എഡ്ജ് ബാൻഡൊക്കെ ചെയ്ത് ഇത് വേറെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റി. ആ പ്രോഡക്റ്റിന് വാറണ്ടി തരേണ്ടത് ആരാണ്? ഇൻറ്റീരിയർ ഡിസൈൻ ഫേമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആണ്, നിങ്ങളുടെ വീട് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആണ് ഇത് തരുന്നെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവരാണ് തരേണ്ടത്. കാരണം ഈ പ്രോഡക്റ്റിന് രൂപമാറ്റം വന്നു കഴിഞ്ഞു. ഏതുപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഐഫോണിൻ്റെ ഒരു വാറണ്ടി ചോദിക്കുകയാണ്. ഐഫോണിൻ്റെ വാറണ്ടി ചോദിക്കുമ്പോൾ ഐഫോണിൻ്റെ അറിയാമല്ലോ, ഐഫോണിന് ഇപ്പോൾ അതിൻ്റെ പ്രോസറൊക്കെ അവരുടെയാണ്, പക്ഷേ ക്യാമറയൊക്കെ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടിയാണ് സപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐഫോൺ വിടുക, സാംസങ്ങിൻ്റെ ഒരു ഫോണാണെന്ന് വിചാരിക്കും, ചിലപ്പോൾ ക്യാമറ വേറെ ഒരു പാർട്ടി ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്, പ്രോസർ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ വാറണ്ടി കാർഡ് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ എല്ലാത്തിനും ഓരോരോ വാറണ്ടി കാർഡ് തന്നു കഴിഞ്ഞാൽ അത് വാലിഡ് അല്ലെന്ന് നിങ്ങൾക്കും അറിയാം, തരുന്ന ആൾക്കും അറിയാം. കാരണം എന്താണ്, അത് സപ്ലയറുടെ വാറണ്ടിയാണ്. ഇതെല്ലാം കൂടി ഒരു പ്രോഡക്റ്റ് ആയി കഴിയുമ്പോൾ ഉള്ള വാറണ്ടിയാണ് ശരിക്കും വാലിഡ് ആയിട്ടുള്ളത്. നമുക്ക് അതാണ് കിട്ടുന്നത്. ഇപ്പോൾ സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിൽ ഏതെങ്കിലും ഫോണിൻ്റെ ആണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാറണ്ടി കിട്ടണം. അപ്പോൾ കിച്ചൻ്റെ സംഭവിച്ചത് ഇതുപോലെയാണ്. റോ മെറ്റീരിയൽ വാറണ്ടി വെച്ചുകൊണ്ട് ഇദ്ദേഹം കുറച്ച് ആ ഒരു കിച്ചൺ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെയ്തലും ഈർപ്പവും വന്ന് സാധനം നശിച്ചുപോയി. അപ്പോൾ ഒരു കാരണവശാലും ഇവർക്കൊരു ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല ഇൻറ്റീരിയർ ഡിസൈൻ ഫേമിനെതിരെ. കാരണം തെളിവില്ല, അവർ കൊടുത്ത വാറണ്ടി കാർഡ് തെളിവില്ല. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു ഡ്രോയിങ് ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പ്രോഡക്റ്റ് വാറണ്ടി ചോദിച്ചു വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ അവർക്കെതിരെ നമുക്കൊരു ലീഗൽ ആക്ഷനും എടുക്കാൻ പറ്റുകയോ അറ്റ്ലീസ്റ്റ് ഇന്ന് സംസാരിക്കാനുള്ള ഒരു സ്റ്റാൻഡ് പോലും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളിതൊന്ന് ചെക്ക് ചെയ്യാതെ ആയിരിക്കും വർക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.